ഫിഫ ലോകകപ്പിൽ സെമിലക്ഷ്യമിട്ട ലോക ചാമ്പ്യന്മാരായ അർജന്റീന കളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇന്ത്യൻ സമയം നാളെ രാവിലെ 6:30 കാൻസസ് സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആവേശ പോരാട്ടത്തിൽ സ്വിറ്റ്സർലൻഡാണ് എതിരാളികൾ. ഈ കാൻസസിലാണ് അർജന്റീന അവരുടെ ആദ്യ മത്സരം തുടങ്ങിയത്. അൾജീരിയക്കെതിരെ മെസ്സി ഹാട്രിക് നേടിയ ആ മത്സരം നടന്നതും അവിടെയാണ്. അർജന്റീനയുടെ പരിശീലനം എല്ലാം നടക്കുന്നത്, അർജന്റീനയുടെ ബേസ് ക്യാമ്പ് നടക്കുന്നത് ഇതേ കാൻസസിലാണ്. അപ്പോൾ വീണ്ടും കാൻസസിലേക്ക് തിരിച്ചെത്തുമ്പോൾ സ്വിസ് പടയെ അടിച്ചിടാൻ മെസ്സിക്കും സംഘത്തിനാവുമോ എന്നതാണ് വലിയ ചോദ്യം. കഴിഞ്ഞ 2 മത്സരത്തിലും വലിയ വെല്ലുവിളി നേരിട്ടു. പക്ഷേ ഈ മത്സരത്തിൽ എങ്ങനെയായിരിക്കും അർജന്റീന സ്വിറ്റ്സർലൻഡിനെതിരെ പോരാടുക എന്നതാണ് നമുക്കറിയാൻ സാധിക്കേണ്ടത്. ഇപ്പോൾ വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് അക്ഷയ് ചേർന്നു. അക്ഷയ്, 2 വലിയ പോരാട്ടങ്ങൾ, 2 ത്രില്ലർ പോരാട്ടങ്ങൾ ജയിച്ചാണ് അർജന്റീന വരുന്നത്. ആദ്യം കേപ്പ് വെർദെ, കഴിഞ്ഞ മത്സരത്തിൽ ഈജിപ്തിനെതിരെ. ഈ മത്സരത്തിൽ സ്വിസ് പടയെയും അതുപോലെ ചെറുതായി കാണില്ല എന്തായാലും ലിയോണൽ സ്കലോണിയുടെ സംഘം. അല്ലെങ്കിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ വലിയ വെല്ലുവിളിയൊന്നും നേരിടാതെയാണ് അർജന്റീന നോക്കൌട്ടിലെത്തിയത്. പക്ഷേ നോക്കൌട്ടിൽ കേപ്പ് വെർദെ ശരിക്കൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നെ നൽകി. അതിൽ നിന്നും കൃത്യമായി പാഠം പഠിച്ചില്ലെന്ന് ഈജിപ്തിനെതിരെ അവസാന മത്സരത്തിലും കണ്ടു. പക്ഷേ ഈ 2 മത്സരത്തിൽ ഒരു പോസിറ്റീവ് എടുത്തു പറയേണ്ടത് പിന്നിട്ട് നിന്ന ശേഷം തിരിച്ചു വരാൻ, അതായത് കേപ്പ് വെർദെക്കെതിരെ പിന്നിൽ പോയില്ലെങ്കിലും അവസാന മിനിറ്റുകളിൽ ഗോൾ നേടി തിരിച്ചു വരാൻ സാധിച്ചു. പ്രീ ക്വാർട്ടറിൽ ഈജിപ്തിനെതിരെ 2 ഗോളിന് പിന്നിട്ടതിന് ശേഷം 10 മിനിറ്റ് കൊണ്ട് കളി മാറ്റുന്ന അർജന്റീനയും കൊണ്ട് അതൊരു പോസിറ്റീവാണ്. എങ്കിൽ പോലും പ്രതിരോധത്തിലെ പാളിച്ചകളൊക്കെയും ഇനിയും പരിഹരിക്കേണ്ടതുണ്ട്. 2 മത്സരം നിന്ന് 4 ഗോളുകൾ അവസാനം വഴങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രതിരോധം വെച്ച് സ്വിറ്റ്സർലൻഡിനെ നേരിടുമ്പോൾ എങ്ങനെയായിരിക്കും ആ കളി വരുമോ എന്ന് കണ്ടറിയണം. മറുവശത്ത് സ്വിറ്റ്സർലാൻഡ് തോൽവി അറിയാതെയാണ് എത്തുന്നത്. അവർക്കൊരു തിരിച്ചടി എന്ന് പറയുന്നത് അവരുടെ 3 ഗോൾ നേടിയ മൻസാമ്പി ഇന്ന് കളിക്കാൻ ഇറങ്ങുന്നില്ല. പക്ഷേ അവരുടെ ഷാക്കി അടക്കമുള്ള കളിച്ച് പരിചയമുള്ള അർജന്റീനയ്ക്കെതിരെയൊക്കെയും കളിച്ച് പരിചയമുള്ള താരങ്ങളുണ്ട്. 2 ഗോൾ നേടിയ ബ്രീൽ എംബോളെ അടക്കമുള്ള താരങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് അർജന്റീനയ്ക്ക് കറക്റ്റ് ഒരു ഗ്രഹപാഠം ചെയ്തിട്ടായിരിക്കും സ്വിറ്റ്സർലാൻഡ് ഇറങ്ങുക. അർജന്റീനയ്ക്ക് എന്തായാലും ഒരു ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല. നമുക്കൊപ്പം കേരള ടീം മുൻ ക്യാപ്റ്റൻ കമന്റേറ്റർ വിനീഷ് കിരൺ കൂടി ചേർന്നു. വിനീഷ്, സ്വാഗതം. എന്തായാലും അർജന്റീന കഴിഞ്ഞ 2 മത്സരത്തിലും വലിയ വെല്ലുവിളി നേരിട്ടു. ഒരുപക്ഷെ ലോക ചാമ്പ്യന്മാർക്കൊത്ത പ്രകടനം ആയിരുന്നില്ല, അല്ലെങ്കിൽ അവരിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു പ്രകടനമായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ ഈജിപ്തിനെതിരെ അത് എല്ലാ അർജന്റീന ആരാധകർക്കും വല്ലാത്ത നെഞ്ചിടിപ്പ് നൽകുന്ന മത്സരമായിരുന്നു. തോറ്റെന്നൊക്കെ ഏതാണ്ട് ഉറപ്പിച്ച് വല്ലാത്ത സങ്കടത്തിലേക്ക് പോയ, വലിയ പാനിക് അറ്റാക്കിലേക്കൊക്കെ പോയ ആരാധകർക്ക് ഒരു ആനന്ദത്തിൻ്റെ അല്ലെങ്കിൽ വലിയൊരു സംതൃപ്തിയോടെ എല്ലാം നൽകിയാണ് അർജന്റീന മത്സരം അവസാനിപ്പിച്ചത്. അവസാന 12 മിനിറ്റിൽ 3 ഗോളുകൾ, മെസ്സിയുടെ ഗോള്, ഒടുവിൽ എൻസോ ഫെർണാണ്ടസിന്റെ വിജയ ഗോൾ. എന്തായാലും ഇന്ന് സ്വിസ് പടയെ എങ്ങനെ കാണണം അർജന്റീന? അനിൽ, എന്തായാലും കഴിഞ്ഞ മത്സരം അർജന്റീന ശരിക്കും അവരുടെ ഫാൻസിന് വലിയ ഒരു ആവേശം നൽകിയിട്ടുണ്ട്. കാരണം ഒരു ഗംഭീര കംബാക്ക്, അതായത് ഏത് സാഹചര്യത്തിലും മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ കെൽപ്പുള്ള ഒരു ടീമാണ് അർജന്റീന എന്ന് കാണിച്ചു തന്നു. അത് വലിയൊരു ആത്മവിശ്വാസം അവരുടെ ഫാൻസിനും നൽകുന്നുണ്ട്. പക്ഷേ ഒരു വലിയ ദൗർബല്യം കൂടി അവർ കാണിച്ചു തന്നിരിക്കുകയാണ്. തുടർച്ചയായി 2 കളിയിലും ഗോള് കൺസീഡ് ചെയ്യുക, തുടർച്ചയായ 3 കളികൾ എന്ന് പറയേണ്ടി വരും. കാരണം ആ ലീഗ് റൗണ്ടിൽ ജോർദാനുമായിട്ടും ഗോള് വഴങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തുടർച്ചയായ 3 കളിയിലും ഗോള് വഴങ്ങിയിട്ടുണ്ട് അർജന്റീന. പ്രത്യേകിച്ചിട്ട് ഈ കൗണ്ടർ അറ്റാക്ക്, ഈ 3 ടീമും അർജന്റീനയുടെ അടുത്ത് പോരാടിയത് കൗണ്ടർ അറ്റാക്കിലൂടെ തന്നെയാണ്. അപ്പോൾ കൗണ്ടർ അറ്റാക്കിലൂടെ ഗോള് വഴങ്ങുന്നുണ്ട് അർജന്റീന. ഇന്ന് കളിക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു അർജന്റീന ഈ ലോകകപ്പിൽ ഈ 20 ഫിഫ റാങ്കിങ്ങിൽ 20 റാങ്കിന് താഴെയുള്ള ഒരു ടീമിനായിട്ട് ആദ്യമായിട്ടാണ് കളിക്കാൻ പോകുന്നത്. കാബോ വെർദെ നമുക്കറിയാം 63ആണ് റാങ്ക്. അതേപോലെ തന്നെ 23ആണ് ഈ ഈജിപ്തിൻ്റെ റാങ്ക്. ഇന്ന് 19 റാങ്കുള്ള സ്വിറ്റ്സർലാൻഡുമായിട്ടാണ് മത്സരിക്കുന്നത്. 19 റാങ്ക് എന്ന് പറഞ്ഞ് സ്വിറ്റ്സർലാൻഡിനെ നമുക്ക് നിർത്താൻ പറ്റില്ല. കാരണം വളരെ അച്ചടക്കമുള്ള ഒരു സ്ട്രക്ചേർഡ് ടീമാണ് സ്വിറ്റ്സർലാൻഡ്. അതിനെ കൊളംബിയയെ അവർ സമനിലയിൽ പിടിച്ച് പെനാൽറ്റിയിലേക്ക് കൊണ്ടുപോയിട്ടാണ് ജയം നേടിയെടുക്കുന്നത്. സോ ഇന്നും ഒരു കൗണ്ടർ അറ്റാക്ക് ഫുട്ബോളിനെയാണ് അർജന്റീന നേരിടാൻ പോകുന്നത്. പക്ഷേ ഇതുവരെ മത്സരിച്ച പോലുള്ള ഒരു ടീമിൻ്റെ അടുത്തല്ല എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ബിനീഷ് ചേട്ടൻ, നമുക്ക് ഈ കാണേണ്ടത് മെസ്സിയെ ടീം വല്ലാതെ ആശ്രയിക്കുന്നു എന്നുള്ള വല്ലാത്തൊരു പോരായ്മ ആ ടീമിനുണ്ട്. അവരുടെ വിങ്ങുകൾ പ്രശ്നമാണ്. ഒപ്പം തന്നെ അറ്റാക്കിംഗ്, അവരുടെ കഴിഞ്ഞ ലോകകപ്പിൽ വലിയ ആശ്വാസം ഉണ്ടായിരുന്നത് ഹൂലിയൻ അൽവാരസ് എന്ന് പറയുന്ന ആ താരത്തിൻ്റെ ഉദയം കണ്ട ഒരു ടൂർണമെൻ്റ് ആയിരുന്നു. അതിനുശേഷം ക്ലബ്ബ് തലത്തിലൊക്കെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിക്ക്, പിന്നീട് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ തുടക്കത്തിൽ അങ്ങനെ നന്നായി കളിച്ചൊരു താരം ഈ ലോകകപ്പിൽ ഇതുവരെ ഗോൾ നേടിയില്ല. ഒപ്പം തന്നെ ലൗട്ടാറോ മാർട്ടിനസ് എന്ന് പറയുന്ന ഇന്റർ മിലാൻ്റെ ക്യാപ്റ്റൻ, ആ താരത്തിനും ഒരു ഗോളാണ് അടിച്ചുള്ളത്. അതൊരു പെനാൽറ്റിയിൽ നിന്നാണ്. അപ്പോൾ മെസ്സിയെ വല്ലാതെ ആശ്രയിക്കുന്നത് ഒരു പോരായ്മയാണ്. ആദ്യ പകുതിയിൽ ഈജിപ്തിനെതിരെയൊക്കെ തന്നെ മെസ്സിയെ പിടിച്ചു കെട്ടിയപ്പോൾ മെസ്സിയിലേക്കുള്ള ആ രക്തയോട്ടം നിലച്ചതോടുകൂടി അർജന്റീന ഹൃദയം ഇടിച്ച് ചത്തുപോകുമെന്ന് കരുതിയവരാണ് എല്ലാവരും ഉണ്ടായിരുന്നത്. പക്ഷേ അവസാന മിനിറ്റിൽ മെസ്സി രക്ഷയ്ക്കെത്തിയത് കൊണ്ട് കളി കഴിച്ചിലായി എന്നും കൂടി നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ
ടീം അംഗങ്ങൾ വല്ലാതെ ഈ ആശ്രയിക്കുന്ന ആ ഏർപ്പാട് നിർത്തണം. ഒപ്പം തന്നെ മറ്റ് താരങ്ങൾ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഇപ്രാവശ്യം ലോകകപ്പ് തുടങ്ങിയപ്പോൾ ആ സ്റ്റാർട്ടൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചത് ഇപ്രാവശ്യം മെസ്സിക്ക് വളരെ ഈസി ആയിട്ട് കളിക്കാൻ സാധിക്കും. അതുപോലുള്ള തുടക്കം തന്നെയായിരുന്നു, ഗംഭീര തുടക്കമായിരുന്നു മെസ്സിയിൽ നിന്ന്, സമ്മർദ്ദമില്ലാത്ത ഒരു തുടക്കം. പക്ഷേ കഴിഞ്ഞ മത്സരമൊക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ തന്നെ സമ്മർദ്ദം വന്നിരിക്കുകയാണ്. പെനാൾട്ടി മിസ്സാകുന്നു. സോ ആ മത്സരം ജയിച്ചതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ കണ്ണുനീര്, അതായത് അത്രത്തോളം വേർപ്പൊഴുക്കി നേടിയ ഒരു വിജയം, അതും ഏത് ടീമിൻ്റെ അടുത്താണ്? ഈജിപ്തിൻ്റെ അടുത്താണ്. ഒരിക്കലും അതുപോലുള്ള ഒരു സന്ദർഭമൊന്നും ആരും പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടാവില്ല. സോ അങ്ങനെയാണെങ്കിൽ ഈ അധികമായിട്ട് ആശ്രയിക്കുന്നത് ഒരു സമ്മർദ്ദത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഈ മെസ്സി സമ്മർദ്ദത്തിലേക്ക് പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങൾ എങ്ങനെയാണ് അതിനെ എടുക്കുക എന്നറിയില്ല. പക്ഷേ ഏതൊരു താരമായാലും അവരെല്ലാവരും മനുഷ്യരാണ്. അവരിലേക്ക് കൂടുതൽ ഒരു ടീം എത്തിച്ചേരുമ്പോഴേക്ക് സമ്മർദ്ദം വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. സോ എല്ലാവരും സ്റ്റെപ്പ് ചെയ്യണം. പ്രത്യേകിച്ചിട്ട് ലൗതാരോ മാർട്ടീനസ് ഒക്കെ ഗോള് കണ്ടെത്തണം, ജൂലിയൻ ആൽവാരസ് ഗോള് കണ്ടെത്തണം. പ്രത്യേകിച്ചിട്ട് മിഡ്ഫീൽഡിൽ നിന്ന് സർപ്രൈസായിട്ട് വരുന്ന എൻഡോ ഒക്കെ, പ്രത്യേകിച്ച് എൻസോ ആണ് ഏറ്റവും കൂടുതലായിട്ട് സർപ്രൈസായിട്ട് വന്ന് ഗോള് കണ്ടെത്തേണ്ട താരം. ഇവരൊക്കെ ഗോള് കണ്ടെത്താൻ അദ്ദേഹത്തിനെ സഹായിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ വിനീഷേട്ടൻ സൂചിപ്പിച്ചതാണ്, അതായത് അവരുടെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ട് ഈ ടൂർണമെൻറ്റിൽ ഉണ്ടായിരുന്നത് അവരുടെ നല്ല 2 സെൻറ്റർ ബാക്സ് ആയിരുന്നു. കുട്ടി റൊമേറോയും ഒപ്പം തന്നെ ലിസാൻഡ്രോ മാർട്ടിനസും. രണ്ടുപേരും നന്നായി കളിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 3 മത്സരങ്ങളിൽ ഗോൾ വഴങ്ങിയത് എന്ന് പറയുന്നത് ചെറിയ ക്ഷീണമൊന്നുമല്ല അർജന്റീനയ്ക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ നിക്കോളാസ് ഒട്ടാമെൻഡി എന്തെങ്കിലും തരത്തിൽ കൊണ്ടുവന്നാൽ ഇതിന് ചെറിയ തരത്തിലെങ്കിലും തടയിടാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. മാത്രമല്ല ഇന്ന് മറ്റ് 3 ടീമുകളുടെ കൂടെ കളിച്ച പോലെയല്ല. എതിരാളികളിൽ ഗ്രാനിറ്റ് ഷാക്ക എന്ന് പറഞ്ഞ വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു മധ്യനിരക്കാരൻ സ്വിറ്റ്സർലാൻഡ് പക്ഷത്തുണ്ട്. വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. അദ്ദേഹത്തിന് ഒറ്റയ്ക്കൊരു കളി നിയന്ത്രിക്കാൻ ആ ടീമിന് ബാലൻസ് കൊണ്ടുവരാൻ സാധിക്കും. പ്രത്യേകിച്ചിട്ട് അർജന്റീനയിൽ നിന്നും മിസ്സാവുന്ന പന്തുകൾ, അവരിൽ നിന്നും നഷ്ടപ്പെടുന്ന പന്തുകൾ ഗ്രാനിറ്റ് ഷാക്കയിലൂടെ ഒരു മുന്നേറ്റം തുടങ്ങി വെക്കാൻ സാധിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചിട്ട് വാർഗാസ് വിങ്ങിലുണ്ടാവും, ബ്രീൽ എംബോളോ ഫ്രണ്ടിലുണ്ടാവും. അദ്ദേഹം ഫിസിക്കുള്ള ഒരു താരമാണ്. അദ്ദേഹത്തിലേക്ക് പന്തെത്തിക്കുകയും ഡയറക്റ്റ് ഏരിയൽ ബോളുകൾ കളിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ കരുതൽ മിക്കവാറും ഇന്ന് അർജന്റീന പുറത്തേക്ക് എടുക്കേണ്ടി വരും. ദാറ്റ് മീൻസ് അർജന്റീന ഇത്രയും നാൾ കളിച്ച ആ ഒരു ഫ്രീ ഫ്ലോ, അതായത് ഒരു ഹൈ ലൈൻ ഡിഫൻസിലേക്കൊക്കെ പോകുമ്പോൾ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചിട്ട് ആദ്യ ഗോള് വളരെ നിർണായകമാണ്. ആദ്യ ഗോള് അർജന്റീനയ്ക്ക് നേടാൻ സാധിക്കുകയാണെങ്കിൽ സ്വിറ്റ്സർലാൻഡ് ഡിഫൻസും ടീമും ഒന്ന് ഓപ്പൺ അപ്പ് ആകും. അപ്പോൾ രണ്ടാമത്തെ ഗോൾ അടിക്കാനുള്ള ഒരു സാഹചര്യം ഒത്തുവരും. അത് മറുവശത്ത് ആദ്യ ഗോള് സ്വിറ്റ്സർലാൻഡാണ് അടിക്കുന്നതെങ്കിൽ അവിടെ കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാകും. കാരണം എല്ലാവരും ഒന്നിച്ച് മുന്നോട്ടേക്ക് വരുമ്പോഴും സ്വിറ്റ്സർലാൻഡ് വീണ്ടും കൗണ്ടർ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ഓക്കെ, എന്തായിരിക്കും താങ്കളുടെ ഒരു സ്കോർ നില? വാട്ട്സ് യുവർ പ്രെഡിക്ഷൻ ഒരു സ്കോർ ലൈനെ കുറിച്ച്? എന്തായാലും ഗോൾ പ്രഡിക്ഷൻ എന്തായാലും ഈ വേൾഡ് കപ്പിൽ ഞാൻ നടത്തുന്നില്ല. കാരണം ഈ വേൾഡ് കപ്പിൽ അട്ടിമറികൾ നടക്കുന്നുണ്ട്. വളരെ കോമ്പറ്റീറ്റീവായ മാച്ചസാണ്. വലുത് ചെറുതൊന്നുമില്ല. എല്ലാവരും ഒന്നിനും മെച്ചമാണ്. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു അർജന്റീന തന്നെ ജയിച്ച് കയറും. കാരണം അവരുടെ ടീമിൻ്റെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഈ ബിഗർ സ്റ്റേജ് കോമ്പറ്റീഷൻ മാച്ചസ് കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് വളരെയധികം നിർണായകമാണ് അവരുടെ. പ്രത്യേകിച്ചിട്ട് ഗോൾ കീപ്പർ തൊട്ട് ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഭൂരിഭാഗം പേരും കഴിഞ്ഞ വർഷം ലോകകപ്പ് കളിച്ചവരാണ്. അവർക്ക് ഈ നിർണായക ഘട്ടത്തിൽ എങ്ങനെ തരണം ചെയ്യാൻ സാധിക്കും, സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ സാധിക്കും, അതുപോലെ തന്നെ അവസാന നിമിഷങ്ങൾ ഗോൾ കണ്ടെത്താനും അർജന്റീനയ്ക്ക് സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഒരു അപ്പർ ഹാൻഡ് അർജന്റീനയ്ക്ക് നൽകുമ്പോഴും ഞാൻ ഒരിക്കലും സ്വിറ്റ്സർലാൻഡിനെ ചെറിയ ടീമായി കാണുന്നില്ല. വളരെ സ്ട്രക്ചേർഡായ, വളരെ ഡിസിപ്ലിൻഡ് ആയ ഒരു ടീമാണ് സ്വിറ്റ്സർലാൻഡ്. സോ എന്തായാലും വിനീഷേട്ടാ വളരെയധികം നന്ദി നമുക്കൊപ്പം ചേർന്നതിന്. എന്തായാലും മത്സരത്തെക്കുറിച്ച് ഒരു ക്ലിയർ പിക്ചർ നമ്മുടെ പ്രിയ പ്രേക്ഷകർക്ക് നൽകിയതിലും വലിയ നന്ദി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.